ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ ചാർട്ടിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ ലെവൽസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ള പ്രൈസിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ചാടിക്കയറി സഡനായിട്ടൊന്നും എൻട്രി പ്ലാൻ ചെയ്യരുത്. കൃത്യമായിട്ടുള്ള പ്രൈസ് ആക്ഷനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡും സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, നാളത്തേക്ക് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് 24,246 മുതൽ 24,255 ഏരിയനെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 24,090 മുതൽ 24,120 ഏരിയനെ ഞാൻ സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് 24,155 ഏരിയ. ഓക്കെ, അപ്പം നാളെ മാർക്കറ്റ് ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസ് ഉള്ള ചാൻസാണ് കൂടുതൽ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലൊക്കെ. ഒരു ഫർദർ അപ്സൈഡ് നമ്മൾ കാണുന്നത് ഈ ഒരു ലെവലിൻ്റെ മുകളിലാണ്. 24,256 മുകളിൽ നമുക്ക് ചെറിയൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 24,300 ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അഗെയിൻ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ ഒരു ഫർദർ അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അതായത് 24,300 ടു 24,350 ഏരിയ പ്രീവിയസ് ആയിട്ടുള്ള ഒരു നിഫ്റ്റിയുടെ ഒരു ഗ്യാപ്പ് ഏരിയ ആണ്. നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് അഗെയിൻ 24,382 ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. കാരണം പ്രീവിയസ്ലി നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നാണ് പ്രൈസ് നല്ല രീതിയിൽ ഒരു സെൽ സൈഡിലേക്ക് ഒരു സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് 24,300 ലെവലിൽ നിങ്ങൾ സഡനായിട്ട് എൻട്രി എടുക്കരുത്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെയുള്ള സെല്ലേഴ്സിനെ ട്രാപ്പാക്കിയിട്ട് ബയേഴ്സിനെ ട്രാപ്പാക്കിയിട്ട് മാർക്കറ്റ് നേരെ താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ഓർഡർ ഫ്ലോ ചാർട്ടൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട് വിത്ത് ഹൈ വോളിയം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രേഡ് മുകളിലോട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 24,470 ഏരിയയിലേക്ക്, അതായത് 24,470 മുതൽ 24,530 ഏരിയ നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതുപോലെ തന്നെ നോട്ട് ട്രേഡിംഗ് സോണായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരും ദിവസങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സഡൻ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ഓർഡർ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ ഓരോ പ്രൈസ് ലെവലിലുള്ള ബിഹേവിയർ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ഫ്ലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ലെവൽസൊക്കെ നിങ്ങൾ പ്രൈസ് ആക്ഷൻ നോക്കി ട്രേഡ് ചെയ്യുന്നവരും നമ്മളെല്ലാം പറയുന്ന ലെവൽസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.